രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ച് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല, എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഒരു കാരണമില്ല, എല്ലാം കൂടി ചേർന്നിട്ടാണ്. ദീപ്തി സീതത്തോട്, ദീപ്തി ടീച്ചർ എന്നെല്ലാവരും വിളിക്കുന്നത് നമ്മുടെ ദീപ്തി ടീച്ചറുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവർക്കും. അതായത് അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ അത്രയും ആഗ്രഹിച്ച ഒരാൾ തന്നെയായിരുന്നു, അയാളെ തന്നെയായിരുന്നു കല്യാണം കഴിച്ചത്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ വരണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആദിവാസി കുട്ടികളെ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാവർക്കും വളരെയധികം നല്ല രീതിയിലാവണം. ആദ്യത്തെ കല്യാണവും കുറച്ച് മോശം രീതിയിലായതുകൊണ്ടും അതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടും രണ്ടാമത്തെ ഈ ഒരു കല്യാണം കുഞ്ഞാവ എന്ന് പറയുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സിനും ഏറെ ആഗ്രഹിച്ച ആ ഒരു തരത്തിൽ തന്നെ അവരുടെ കല്യാണം എന്തായാലും നടന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കുറച്ച് നാളുകൾക്ക് മുൻപേ ഇവർക്കെതിരെ വളരെ മോശമായിട്ട് കമന്റുമായിട്ട് ഒരു വ്യക്തി വന്നിരുന്നു, റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഈ സ്ത്രീക്ക് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ മാനസികമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അതുകൊണ്ടാണോ ഈ വ്യക്തി വീണ്ടും വീണ്ടും തുടർന്നും ഇങ്ങനെ ഓരോരുത്തരുടെയും താഴെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നതെന്നും അറിയത്തില്ല. അപ്പോ വളരെ കോമഡിയാണ് ഈ പെണ്ണുങ്ങളുടെ കാര്യം. പക്ഷെ ഇത് ഇവരുടെ കമന്റുകൾ കാണുന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്ത് നമ്മൾ ഇട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ കമന്റുകൾ വരുമ്പോൾ അത്രയധികം വിഷമം അവർക്ക് ഉണ്ടാവും. ഇപ്പം ദീപ്തി ടീച്ചറുടെ താഴെ, അതുപോലെ തന്നെ VR in Love എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ താഴെ ഇങ്ങനെയൊക്കെ വന്ന ശേഷം ദീപ്തി ടീച്ചർ ഇവരുടെ മുഖം റിവീൽ ചെയ്തിരുന്നു. പിന്നീട് VR in Love പോയിട്ട് അവരുടെ നാട്ടിൽ തന്നെ പോയിട്ട് ഇവരുടെ അടുത്തുനിന്ന് വീഡിയോ എടുത്തിരുന്നു. എന്നിട്ട് ഒരു ഉടുപ്പും ഇല്ലാത്ത രീതിയിലായിരുന്നു ഇവർ വീണ്ടും വീണ്ടും ഇവർക്കെതിരെയൊക്കെ കമന്റ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ദീപ്തി ടീച്ചറുടെ വീഡിയോ കാണാം. അവരുടെ ഇന്നലെ കല്യാണം കഴിഞ്ഞതിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഹലോ ദീപ്തി, അങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. അതെ അതെ, എന്താണ് ഈ സമയത്ത് പറയാൻ തോന്നുന്നത്? സന്തോഷം. ആളിനൊന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലായിട്ട് പ്രേക്ഷകരോട് സംസാരിക്കാം കല്യാണത്തിനെ കുറിച്ചും ഒക്കെ വിശേഷം. ഞാൻ ദീപ്തി യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇത് നിതീഷ്, ആളുടെ വീട് വയനാടാണ്. കല്യാണം നടന്നത് വയനാടാണ്. തൽക്കാലം ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിൽക്കുന്നു. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ആളുടെ വീട് വയനാടാണ്, വയനാട്ടിലാണ് കല്യാണം കഴിഞ്ഞത്. അവരുടെ രീതിയിൽ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അവരവരുടെ ഒരു പരിചയപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ആദ്യം സംസാരിച്ചതാണ്. അപ്പൊ പിന്നീട് ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല ഇവര് തമ്മിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചു നല്ല രീതിയിലുള്ള ഇവര് മറ്റുള്ളവർക്കൊരു ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആദിവാസി കുട്ടികൾക്കാണെങ്കിലും സ്വന്തം യൂട്യൂബിൽ നിന്ന് വരുന്ന എല്ലാ വരുമാനവും അടക്കം ഇവർ ചെലവാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇവർ പല ഇന്റർവ്യൂവിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് കണ്ടായിരുന്നു. അതായത് അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി, അവരുടെ ജീവിതത്തിൽ അവർ നല്ല രീതിയിലാകണമെന്ന് സബ്സ്ക്രൈബേഴ്സ് ആഗ്രഹിക്കുന്നതിലൊരു തെറ്റും നമുക്ക് കാണാനും പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ കമന്റ് ബോക്സിലാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന വല്ല അസുഖങ്ങളും ഉണ്ടോ ഈ സ്ത്രീക്ക് എന്ന് എനിക്കറിയില്ല അവര് കമന്റ് ഇട്ടേക്കുന്നത്. നമുക്ക് ആ കമന്റ് ഒന്ന് കാണാം. അത് മാത്രമല്ല ഇവര് കമന്റ് ഇട്ടേക്കുന്നത് ഈ ഒരു വീഡിയോക്ക് താഴെ മാത്രമല്ല ഇവർ കമന്റ് ഇട്ടേക്കുന്നത്. ചെറിയൊരു കുട്ടിയുണ്ട്. അതായത് അച്ഛനും അമ്മയും ഉള്ളൊരു കുട്ടി തന്നെയാണ്. ഇവര് എടുത്തിട്ട് വളർത്തുന്നതാണോ എന്ന് ചോദിച്ചാല് എടുത്ത് വളർത്തുന്നതല്ല, അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടി തന്നെ. അവർക്ക് കുട്ടീനെ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും സാമ്പത്തികമായിട്ടും കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് ഇവരെടുത്ത് വളർത്തുന്നു. അവർക്ക് ഇനി കുട്ടീനെ വേണമെന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാനും ദീപ്തി ടീച്ചർ തയ്യാറാണ്. അപ്പൊ ആ രീതിയിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ എടുത്തിട്ട് ഈ കല്യാണം കഴിഞ്ഞ ശേഷം കാറിലേക്ക് എടുത്തിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് സംസാരിക്കണ സമയത്ത് ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോക്ക് താഴെ പോലും ഇവർ അത്രയും മോശം രീതിയിലാണ് ആ കുട്ടീനെ പോലും പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത് കമന്റ്. അപ്പൊ എന്തായാലും ഈ വീഡിയോക്ക് താഴെ ആ സ്ത്രീ ഇട്ടേക്കുന്ന കമന്റ് നമുക്കൊന്ന് വായിക്കാം. പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല, 2 വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ. പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല. പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ. പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത്. അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തേവൻ കള്ളുകുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത്. ഏതു കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിന് 6 മാസം തികച്ചു നിർത്തുന്ന ദൈവത്തിനറിയാം. എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല ആയിരിക്കില്ല. എന്തൊക്കെയോ മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ എഴുതിയതിൽ. വൈദ്യാധികൊന്നല്ല, എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത്. ലോട്ടറി അടിച്ചതല്ലേ. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കമന്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇടേണ്ടതായതുകൊണ്ട്, അതും ചെറിയ കമന്റ് ഒന്നും അല്ല, ഇടുന്ന കമന്റ് എല്ലാം വലിയ എസ്റ്റുള്ള കമന്റ്. അപ്പോൾ
ഇവരുടെ വീഡിയോസിന് എല്ലാം തപ്പിപ്പിടിച്ച് കമന്റ് ഇടുന്നത് കൊണ്ട് ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ, നാട്ടുകാർ അവിഹിതമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടിക്കുക. ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ, അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ. പിന്നെ നട്ടല്ലില്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല. അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവർക്കറിയാം, എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. എന്റെ പൊന്നോ, ഇവർക്ക് എന്ത് കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്കെതിരെ ഒരുപാട് പേര് ഇതിനു മുൻപും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഈ ടോപ്പിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും ഈ കല്യാണത്തിന് പോലും ഇവരെ ഇത്രയും മോശം രീതിയിൽ പറയുന്നത് കാണുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ പെണ്ണുമ്പളൊക്കെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ആദ്യം പോയിട്ടൊന്ന് നോക്കണം. വല്ല മെന്റൽ പ്രശ്നങ്ങളും ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറയുന്നത് ആ പെണ്ണുങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വീട്ടിൽ അവരുടെ നാട്ടിൽ പോയി മുൻപിൽ വന്നിട്ട് അവരെ വിആർഎൻ ലവിന്റെ അവരൊക്കെ വീഡിയോ പോലും എടുത്തിട്ട് പുറത്തു വിട്ടിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇപ്പോഴും വന്ന് കമന്റ് ഇടുകയാണ്. അത് മാത്രമല്ല, എനിക്കറിയത്തില്ല ഇനിയിപ്പം ഈ വീഡിയോ ചെയ്തിട്ട് നമുക്കെതിരെയും താഴെ വന്ന് കമന്റ് ഇടുമെന്ന്. അത് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ കുറച്ചു മുൻപാണ് അതുൽ വ്ലോഗ്സിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയത്. ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുലേട്ടൻ. അതിന് താഴെ വന്ന കമന്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ആ കമന്റ് കൂടി നോക്കാം. കാരണം അതുലേട്ടന്റെ വീഡിയോന് താഴെ വന്ന കുറച്ച് കമന്റ്സുകൾ ഉണ്ട്. അതായത് എതിരെ വീഡിയോ ചെയ്യുന്നവരുടെ ഒക്കെ താഴെ പോയിട്ട്, അതുപോലെ കോപ്രോമസൻ, ഇങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസിന്റെ താഴെയൊക്കെ ഇവർ പോയിട്ട് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. എടാ അലവിലാതി, എന്റെ പൊന്നെ, അതുലേട്ടനെ കുറച്ച് ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ലോകം മൊത്തമുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അവിഹിതക്കാരന്റെ കൂടെ അവളേക്കാൾ ഇളയ ചെറുക്കന്റെ കൂടെ അവൾ പൊറുക്കാൻ കയറി കഴിഞ്ഞു. ഇനിയെങ്കിലും നീ റാണിയുടെ പുറത്ത് കയറാതെ മര്യാദക്കിരിക്കടാ, ഉളുപ്പില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എടാ, അവൾ ആരുടെ കൂടെ പുറത്താലും എനിക്കൊരു പഴവുമില്ല. എന്നാൽ അവൾ സത്യവതി ചമഞ്ഞ് കൂടുതൽ എന്റെ അടുത്ത് കിടന്നിളകി ചാനൽ കൂടി മറിഞ്ഞത് കൊണ്ടാണ് അത് സത്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ കൂടെ പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം നടക്കണമെന്ന്. റാണി കള്ളം പറയത്തില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ലോകം മൊത്തമുള്ള ജനങ്ങൾക്ക് മുൻപിൽ വെച്ചാണ് അവൾ ഇവനുമായി യാതൊരു കണക്ഷനും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചത്. നിന്നെപ്പോലുള്ള എന്റെ പൊന്നെ, ഒരു ഉളുപ്പും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു സ്ത്രീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം, ഒരു നാണവും മാനവും ഉളുപ്പില്ലാത്തൊരു പെണ്ണുങ്ങള് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ ഒരു ജന്മം ഇത്രയും യൂട്യൂബേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇത്രയും ആൾക്കാർ വീട്ടിൽ പോയി വീഡിയോ പോലും എടുത്തു, അതായത് നാട്ടിൽ പോയിട്ട്. എന്നിട്ട് പോലും ഈ പെണ്ണും പിള്ളക്ക് നിർത്താനായിട്ടില്ലേ? ഇത് എന്ത് സ്ത്രീയാണ് ഈ സ്ത്രീ? എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരുടെയും വീട്ടിൽ ഉള്ള കാര്യങ്ങൾ ഇവർക്കാണ് അവരെക്കാളും കൂടുതൽ അറിയാന്നുള്ള രീതിയിൽ പോയി കമന്റ് ഇടുക. അതായത് വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും താഴെയും പോയിട്ട് കമന്റ് ഇടുക. വേണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെയും വന്ന് കമന്റ് ഇടും, പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ അറിയുന്നത് അവർക്കാണെന്നുള്ള രീതിയിലാണ് അവർ കമന്റ് ബോക്സിൽ ചെന്നിടുന്നത്. എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട്, എന്തോ മെന്റൽ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെയൊന്നും ആൾക്കാർ കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നപ്പോ നമുക്ക് ദീപ്തി ടീച്ചറുടെ വീഡിയോ ബാക്കി കൂടി കാണാം. പ്രണയവിവാഹമായിരുന്നോ? രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ചു. എന്താണ് ചേട്ടാ ഈ സമയത്ത് ഷെയർ ചെയ്യാറുള്ളത്? സന്തോഷം, തിരക്കടാണ്, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ദീപ്തിയിൽ എന്തായിരിക്കും പറയാനുള്ളത്? അല്ല, ആള് സ്വയം എന്താ പറയുക, ഇപ്പോഴുള്ള ഒരാളുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. എല്ലാത്തോടും സംസാരിച്ച് നിൽക്കാനൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എനിക്ക് ഇയാളെ എനിക്ക് ജീവിതത്തിൽ പാർട്ണറാണ് വേണമെന്ന് തീരുമാനിച്ചത് കുറെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ആണുങ്ങൾ. അല്ല, അത് ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഫ്രണ്ട്ഷിപ്പാണ് മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു തീരുമാനമാണ്. അപ്പോ ഇതിൽ പറയുന്നുണ്ട് ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നും, അതുപോലെ തന്നെ ഇവർ തമ്മിൽ പ്രണയിച്ചിട്ടല്ല വിവാഹം കഴിച്ചെന്നും, സാധാരണ അറേഞ്ച് മാരേജ് ആയിട്ടാണ് ഇവർ കല്യാണം കഴിച്ചതെന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പെണ്ണുമ്പിള്ളക്ക് പിടിക്കുന്നത്. ഇവര് പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ല, അതുപോലെ അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞതിന് താഴെയാണ് ഈ പെണ്ണുമ്പോൾ ഈ സ്ത്രീ വന്നിട്ട് ഇങ്ങനെയൊക്കെ കമന്റ് ഇട്ടേക്കുന്നത്. അതായത് ഇവരെ കണ്ടുപരിചയമേ ഇല്ല എന്നാണ് നീ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ. ഇവരുടെ വീഡിയോയിൽ ഇവർ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളും കാര്യങ്ങളൊന്നും അല്ല. കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും കമന്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവർ വ്യക്തമായിട്ട് എനിക്ക് ഇതിനു മുൻപ് ഞാൻ ഇവരുടെ വീഡിയോ എന്തോ ഇഷ്യൂ അങ്ങനെ വന്ന സമയത്ത്, ഈ ഒരു കമന്റ് ബോക്സുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ കേട്ടായിരുന്നു
ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങൾ കല്യാണത്തിനെ കുറിച്ചിട്ട് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. ആ സമയത്ത് അവർ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇവർ തമ്മിലുള്ള എങ്ങനെയാണ് ഒരു കല്യാണം എന്നുള്ള രീതിയിലേക്ക് എത്തിയതെന്നും സുഹൃത്തിനെ കുറിച്ചിട്ടും ഇതിനൊക്കെ കാരണക്കാരിയായ ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എങ്ങനെയാണെന്നൊക്കെ ആ ഒരു ജേർണി എങ്ങനെയാണെന്നൊക്കെ ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം അവരെ ആദ്യം മുതൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും ഇവരെങ്ങനെയാണ് വന്നതെന്ന്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവും പറയാൻ നമുക്ക് ഈ ഒരു കേസിലില്ല. എന്നിട്ട് പോലും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിഹിതമാണ് ഇവര് തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അത്രയും മോശം രീതിയിലാണ് ഈ സ്ത്രീ വന്നിട്ട് കമന്റ് ഇടുന്നത്. ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തായെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമന്റ് ബോക്സിൽ വന്ന് കമന്റുകൾ ഇട്ടിട്ടും ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞിട്ടും കൊടുത്തിട്ടൊന്നും ഇവർക്കൊരു കൂസലുമില്ല. എനിക്ക് തോന്നുന്നു നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഓൾറെഡി നിർത്തിയിട്ട് പോകേണ്ട സമയമായി. ഒരു തവണ നമുക്ക് താക്കീത് കിട്ടി വീട്ടിലേക്കും നാട്ടിലൊക്കെ വരണ സമയത്ത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ ഈ പെണ്ണുമ്പിള്ള വീണ്ടും, അതായത് ഈ സ്ത്രീ വീണ്ടും വീണ്ടും വന്നിട്ട് എല്ലാവരുടെയും കമന്റ് ബോക്സിൽ ഇതൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ചീത്തവിളിയാണ്. അപ്പൊ എനിക്കറിയത്തില്ല എന്താണ് ഈ സ്ത്രീയുടെ പ്രശ്നം എന്ന്. അപ്പൊ എന്തായാലും ഈ സ്ത്രീനെ അറിയുന്നവരോ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ദീപ്തി ടീച്ചറുടെ സ്ഥിരമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഈ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും അസുഖങ്ങളോ വല്ലതും ഉണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ദീപ്തി ടീച്ചറുടെ കല്യാണം കാര്യങ്ങളെ പറ്റിയിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളെ പണ്ടേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.